ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പലതരം തിരക്കിലായിരുന്ന കാരണം അധികം മീൻ പിടിക്കാനൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഡിസംബർ 15 സാധാരണ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഓര് കയറാൻ സാധ്യതയുള്ള ഷട്ടർ ഇന്നലെ അടയ്ക്കേണ്ടതാണ്. പക്ഷേ അടച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടയ്ക്കുമെന്ന് കണക്കാക്കിയിട്ട് നമ്മൾ നമ്മുടെ പുഴയുടെ നടുക്ക് നമ്മൾ വലയിട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നങ്ക് എന്ന് പറയുന്ന മീനാണ്, ആറ്റുനങ്ക്. അതിന് പല സ്ഥലത്തും ഇലച്ചിലെന്നൊക്കെ പറയും. അത്തരം മീനുകൾ പിടിക്കാനാണ്. സത്യത്തിൽ ഇന്നലെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഷട്ടർ ഇട്ടോ ഇല്ലയെന്ന് അത്ര അറിയില്ല. ഇട്ട് കാണാൻ സാധ്യതയില്ല. കാരണം കുട്ടനാട്ടിൽ നല്ല വൃശ്ചിക നീരെന്ന് പറയും. വൃശ്ചികമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആ ഏറ്റം വന്നത്. ഇപ്പോഴും അതിൻ്റെ തുടരെ ഇങ്ങനെ ഏറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാധാരണ ഈ സമയത്ത് ഇവിടെ ഷട്ടർ ഇട്ടാൽ മിക്കവാറും തണ്ണീർമുക്കം ബണ്ടിൻ്റെ വടക്ക് വശം മുങ്ങിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മിക്കവാറും ഷട്ടർ ഇട്ട് കാണാൻ സാധ്യതയില്ല. ഇടും എന്ന കണക്കാക്കിൽ നമ്മൾ വലയിട്ടായിരുന്നു. നല്ല ഒഴുക്കുണ്ടെന്നാലും. അപ്പോൾ നമ്മളിട്ട വല നമ്മൾ വലിക്കാൻ പോവാണ്. മിക്കവാറും നമുക്ക് നങ്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ ഏറ്റവും ഉറക്കം ഇല്ലാത്ത സമയത്താണ് കിട്ടുന്നത്. എന്നാലും നമുക്ക് പോവാം. എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല അല്ലേ? പ്രിയ സുഹൃത്തുക്കൾ, ഇവിടെ നടുക്കാണ് വലയിട്ടിരുന്നത്. വല അങ്ങോട്ടാണോ? അല്ല, ഒഴുക്കിൻ്റെ ഇത് കല്ല് പോയി. ഇട്ടിരുന്ന കല്ല് പോയി. ഇങ്ങോട്ട് ഒഴുകിയിട്ടുണ്ടല്ലേ? ചിന്നാകുറുവാണത്. മീശയുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഏറ്റവും ഇറക്കം നിലച്ചാൽ ചിലപ്പോൾ ശരിക്കും കിട്ടും. മുന്നൂറ്റൊക്കെ കറക്കി കിട്ടുമെന്ന് തോന്നുന്നു. അത് ചൂട്ട് സാധനമാണല്ലോ. മുട്ടിച്ച് കിടക്കുവാണോ? അതൊക്കെ വായിലെ ഒരു ചെറിയ പോഷം ഉടക്കത്തേ ഉള്ളൂ. വേണ്ടത് വേണ്ട. ജീവനുണ്ട്. അഞ്ചെണ്ണം കിട്ടിയ കറി വെക്കാം. 2 പീസ് വെച്ച്. ഇത് വായ ഉടക്കുന്ന നല്ല ഇല്ല. ചില്ലാങ്കൂരി നീങ്ങാൻ പാടാൻ തോന്നും. വെള്ളം കോരിക്കളയെന്ന് തോന്നി എടുത്തിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ? കാലിൽ കീഴെ തന്നെ നോക്കുന്നത്.
കൊയ്യോ ഇപ്പോൾ കോരി കളഞ്ഞ കൊതിപ്പിക്കുന്നു. ഇതുപോലൊരു പണി ഈ അടുത്തെങ്ങും കിട്ടിയിട്ടില്ല. മല വട്ടം വെക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നു. ചവറ് കയറി 8 മണിയായിട്ടുണ്ട്. ഞാൻ അടിപൊളി മണിയായിട്ടുണ്ട്. 200 ഗ്രാം കിട്ടും. ചവറ് വെച്ച് പണിയാണ്. ശരി വെള്ളമായില്ലേ ഇതോടെ അങ്ങനെ ഊരി അപ്പുറത്തിട്ട് അങ്ങനെ ഇട്ട് വേണം. ഇത്രയും ചവറിനടയ്ക്ക് ഒരു ആശ്വാസം. കറിക്കുള്ള നങ്ക് കിട്ടിയെന്നുള്ളൂ. മൊത്തം ചവറായി, മൊത്തം ചവറ്. 2 മണിക്കൂറത്തെ പണിയുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിത് വല ഒരുവിധം വലിച്ചു കയറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇന്ന് വരെ കിട്ടാത്തൊരു മുട്ട നെമണ്ട പണിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് മൊത്തം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പും കോലുമല്ല അതിനകത്തുനിന്ന് ഏകദേശം എടുത്തു കളഞ്ഞിട്ടുണ്ട്. വല കുറച്ച് ചുരുണ്ടിട്ടുണ്ട്. അത് നിവർത്താനാണ് പാട്. പിന്നെ വെച്ചാൽ മാങ്ങാനാറി എന്ന് പറയും. ഈ വെള്ളത്തിനടി നിൽക്കുന്ന കളയുടെ പേരാണ് മാങ്ങാനാറി. ഞാൻ കാണിച്ചു തരാം എന്നാണ്. അത് വലയെന്ന് കുടഞ്ഞോളാനെടുക്കും. പക്ഷേ പണി നല്ല ചിമ്മിട്ട് പണിയാക്കി. ഇതാണ് മാങ്ങാനാറി. ഇതാണ് വെള്ളത്തിനടിക്കുന്നത്. ഇതിന് ഒരുതരം മാങ്ങയുടെ സ്മെല്ലുണ്ടാവും. അതിനാണ് നമ്മുടെ നാട്ടിലൂടെ മാങ്ങാനാറി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. മൊത്തം വലയും കയറി ചുരുണ്ടുപോയില്ല. ഇതാണ് ആറ്റുനങ്ക് അഥവാ കായൽ നങ്കെന്ന് പറയുന്ന സാധനം. കടലിലെ നങ്കിന് ഇത്ര വീതി ഉണ്ടായിരിക്കത്തില്ല. കോലനായിരിക്കും. ഇത് കണ്ടോ, റൗണ്ടാണ് സാധനം. ഇതിന് ഒരു സൈഡിലേ കാണുന്നുള്ളൂ. ഇങ്ങനെയായിരിക്കും സഞ്ചരിക്കുന്നത് അല്ലേ? 2 കണ്ണുമുണ്ട്. ഓ, മീനിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കണ്ടോ. നടുക്കൂടെ ചെറിയ വരയുണ്ട്. അടിപൊളി ഡിസൈനാണ് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. പ്രകൃതി എന്ത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നില്ലേ? ഇപ്പറേ വെളുപ്പ്, ഇപ്പറേ കറുപ്പ്. ഈ കളർ ഇവിടെയും ഈ കളർ ഇവിടെയും വരുന്നത് മിക്കവാറും ഈഗോ അടിക്കാതിരിക്കാനായിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ആകെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 നങ്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇതിനകത്ത് ഓടി നടപ്പുണ്ട്. വെള്ളം കോരുമ്പോൾ സൂക്ഷിച്ച് കോരിയില്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് പോകും. നല്ല പണിയുണ്ട്, എമണ്ട പണിയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടർ ഈ അടുത്ത് തന്നെ ഇടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇട്ടാൽ നങ്ക് ധാരാളമായിട്ട് കിട്ടും. ഇപ്പം ആൾക്കാർ ദയവ് ചെയ്ത് വിളിച്ച് ചോദിക്കരുത് നങ്ക് കിട്ടുന്നുണ്ടോ ചോദിക്കരുത്. നങ്ക് ധാരാളമായി കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യും. അതിനുശേഷം ആവശ്യക്കാർക്ക് ലഭ്യത അനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.